അല്ലേ? സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താ? രാവിലെ മക്കൾ കറക്റ്റ് സമയത്ത് സ്കൂൾ പോകുന്നില്ല. തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് ഏത് ഓർഡറിലാണോ ഡ്രസ്സ് വെക്കേണ്ടത് ആ ഓർഡറിൽ വെച്ചിട്ടേ കിടക്കാവൂ. പ്രദീപിനൊക്കെ ഞാൻ വളരെ സ്ട്രിക്റ്റാണ്. ആ സ്ട്രിക്റ്റ്നെസ് എന്തിനാ വെച്ചാൽ മക്കളെടുത്ത് ആവുന്നത് ആ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സാറ്റർഡേയും സത്സംഗം ഉണ്ടായിരുന്നു വീട്ടിൽ. എത്രയോ ആൾ വരിക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോ സ്റ്റൈലും നമ്മൾ മാറി. ഇപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കണം. സാധാരണ നമ്മൾ ബസ് സ്റ്റാൻഡിൽ സ്കൂൾ ബസ്സിന് വരുമ്പം മക്കളെന്താ ചോദിക്കുക? എന്താ ബസ് വരാത്ത? സമയത്രയായി ചോദിച്ചുകൊണ്ടിരിക്കില്ലേ? ആ ബോധറേഷനെ എനിക്കുണ്ടായിട്ടില്ല. കാരണം ഞാൻ 2 മക്കൾക്കും അന്ന് ഡക്കൻ ക്രോണിക്കലിന് ₹1.50 മറ്റേക്ക് ₹1 ആണെങ്കിൽ എനിക്ക് കുറേ ചില്ലറ വെക്കുന്ന സ്ഥലമുണ്ട്. അതിൽ ₹1 അവനും കൊടുക്കും, 1.50 അവനും കൊടുക്കും, അല്ലെങ്കിൽ 1.50 ഒന്നും ഞാൻ കയ്യിൽ വെക്കും. നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ചപ്പോൾ മേടിച്ചോളാൻ പറയും. അപ്പോൾ ബസ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ ഒരു ആദ്യത്തെ പണി എന്താണ്? ന്യൂസ് സ്റ്റാൻഡിൽ പോയിട്ട് പേപ്പർ മേടിക്കാനുള്ള. എൻഗേജ്ഡ് ആയോ? അപ്പോൾ ഓട്ടോ എന്താ വരാത്ത, ബസ് എന്താ വരാത്തെന്നുള്ള ടെൻഷനേ ഇല്ല. കാരണം അവർക്ക് ബസ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ എന്താ ചെയ്യുക? ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ പറയും ഈ പേപ്പറിൽ വായിച്ചിട്ട് മറ്റേ പേപ്പറിൽ എന്താ നോക്കാൻ പറയും. മനസ്സിലായോ? അപ്പോൾ പേപ്പർ വായിക്കാൻ തുടങ്ങുന്ന ഏത് കാലത്താണ്? LKG. നമ്മളവരെ എൻഗേജ്ഡ് ആക്കുക. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുക? ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ വെറുതെ ഇരിക്കും. എൻ്റെ വീട്ടിൽ എത്ര പുസ്തകം ഉണ്ടാവും? ദർ ഈസ് എ റൂൾ, 20 seconds റൂൾ എന്നുണ്ട്. റൂൾ ഉണ്ട്. എന്താ അറിയോ? ഞാൻ ഇരിക്കുന്നിടത്ത് ഈ ഒരു ബോട്ടിൽ എൻ്റെ കയ്യിലെടുക്കാൻ 20 സെക്കൻഡേ വേണ്ടിയിരിക്കും. ഇത് കുറച്ച് ദൂരെയാന്ന് വിചാരിക്കും, കുടിക്കാൻ തോന്നിയാലും ഞാൻ എടുക്കില്ല. അപ്പം നിങ്ങളുടെ അടുക്കളയിൽ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ എവിടെ വെക്കുക? കുക്കിംഗ് ഡോക്ടർ TPS. ഞാനും കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കറിയാം ഇന്നെടുത്ത് വെച്ചാൽ ഇന്ന സാധനം കണ്ണും പൂട്ടിയെടുത്താലും എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മക്കളുടെ ചുറ്റും എത്ര പുസ്തകമുണ്ട്? മക്കളുടെ ചുറ്റും ഫോണാണെന്ന് വിചാരിക്കും. എന്ത് ചെയ്യും? ഇപ്പം ഇന്നലെ 1:45 പോയി. ഞാൻ മെസ്സേജ് നോക്കിയിട്ടില്ല. കാരണം ഞാൻ കുറേ ദൂരെ വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. കാരണം അത് അടുത്ത് വെച്ചാൽ എനിക്കൊരു സ്വഭാവം ഉണ്ടാവും. കാരണം ഒരു മെസ്സേജ് വരും, അത് നോക്കുമ്പോൾ അടുത്ത മെസ്സേജ് വരും, പിന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതിനേക്കാളും ഭേദം എന്താണ്? ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാന്നിരിക്കും. ഇവിടെ ആകുമ്പോൾ ഞാൻ എയർപ്ലെയിൻ മോഡിലിടില്ല. എൻ്റെ വീട്ടിലാണെന്ന് വിചാരിക്കും. എൻ്റെ വീട്ടിലാണെങ്കിൽ 10:30 ആകുമ്പോൾ ഞാൻ എയർപ്ലെയിൻ മോഡിലാണ്. പിന്നെ എന്നെ ആരും വിളിക്കാൻ പറ്റില്ല. അത്യാവശ്യമുള്ള ആൾ എന്തായാലും ഫാമിലി മെമ്പർ ആരെങ്കിലും വിളിച്ചോളൂ. ഞാനൊന്നും എൻ്റർടൈൻ ചെയ്യാറില്ല 10:30 കഴിഞ്ഞാലും. പക്ഷേ യാത്രയാവുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ദൂരെ ആവുന്ന സമയത്ത് ഐ ഹാവ് ടു ബി ദർ. അപ്പം വളരെ സിമ്പിളാണ് സംഭവം. കണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ അല്ല. നമ്മളൊക്കെ റോൾ മോഡൽ ആവുക.